നേതാക്കന്മാർക്കും എതിരെ ഉയർന്നു വരുന്ന ലൈംഗിക ആരോപണം എന്നുള്ളത് ആദ്യത്തെ സംഭവമല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പരിശോധിച്ചാൽ അതിന് പ്രത്യേകതകൾ ഏറെയുണ്ട്. കാരണം ഒരേ കാലയളവിൽ ഒരേ സ്വഭാവത്തിലുള്ള നിരവധി പരാതികൾ വരുന്നു. ചിലരൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ മറഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് അവർ ശക്തമായ രംഗത്തേക്ക് വരുന്നു. ചിലർ നേരിട്ട് പരാതി സമർപ്പിക്കുന്നുവെങ്കിൽ മറ്റു ചിലർ ഏറ്റവും ഒടുവിൽ തിരുവല്ല സ്വദേശിയുടെ പരാതി ലഭ്യമായത് ഇമെയിൽ മുഖേനയാണ്. അങ്ങനെ ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 2 കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വളരെ വേഗത്തിൽ പുറത്തേക്ക് എത്തുന്നു. നിയമസഹായത്തിന് അല്ലെങ്കിൽ നിയമവഴി നേടാനുള്ള സാവകാശം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭ്യമാകുന്നു. എന്നാൽ ഇക്കുറി അത് ഉണ്ടാകിയിട്ടില്ല. അതിനുള്ള സാവകാശം രാഹുലിന് ലഭ്യമായില്ല. ചുരുക്കത്തിൽ രാഹുലിനെ ഇക്കുറി കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള കൃത്യമായ ധാരണയോടുകൂടി തന്നെ അന്വേഷണ സംഘം പ്രവർത്തിച്ചു എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. കാരണം ഒരാഴ്ച മുൻപാണ് ഇമെയിൽ മുഖേന വിദേശത്ത് ജോലി ചെയ്യുന്ന തിരുവല്ല സ്വദേശിയുടെ പരാതി SIT സംഘത്തിന് ലഭ്യമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വളരെ വേഗത്തിൽ നീങ്ങുന്നു, മൊഴികൾ രേഖപ്പെടുത്തുന്നു, ലഭ്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിൽ ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അങ്ങനെ പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്നുള്ളത് രാഹുലിനെ അതീവ രഹസ്യമായി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്താൽ എവിടെ തന്നെ തിരികെ വരും.